നിൽക്കണ്ട, അതൊക്കെ നിങ്ങൾ സ്വന്തമാകുമ്പോ പറഞ്ഞോടി. ഈ ഹദീസ് സ്വഹീഹാണോ സ്വഹീഹല്ലേ? ഞാൻ പറഞ്ഞു ഇമാം ബൈഹഖി ഉദ്ധരിച്ച ആളാണ്, അദ്ദേഹം ദഈഫാണ്. അതേപോലെ ഇമാം ഇബ്നു അസാക്കിർ പറഞ്ഞു ദഈഫാണ്, ഇബ്നു കസീർ പറഞ്ഞു ദഈഫാണ്, സുയൂത്തി തന്നെയും പറഞ്ഞു ദഈഫാണ്. സുയൂത്തി തള്ളിയില്ല, ഈ വിഷയത്തിൽ സുയൂത്തിയുടെ പിൻബലം ഞങ്ങൾക്കുണ്ട്. അതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ ഹദീസ് ദഈഫാണ്. പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ പറഞ്ഞോളി, ഇല്ലെങ്കിൽ പറഞ്ഞോളി, ഏത് കിതാബിലാ പറഞ്ഞു ചോദിച്ചോളി, അപ്പൊ കാണിച്ചുതരാം. ഇതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹ് അല്ല, ദഈഫാണ്. നേരത്തെ ദുറുൽ മൻസൂർ എടുത്തല്ലോ നിങ്ങള്, വായിച്ച തഫ്സീർ ഞാൻ പറഞ്ഞത് 2 വരി മേലെന്ന് വായിച്ചാൽ പൊളിയുന്നു, അപ്പ പൂട്ടി വെച്ചു. ഒക്കെ എത്ര ഉള്ളൂ ഉസ്താദ്, വെറുതെ നമ്മള് ആവേശം കൊള്ളണം. അള്ളാന്റെ ദീനല്ലേ, വെറുതെ ആവേശം കൊണ്ട് ചാടിയിട്ട് കാര്യം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നും ഉപകരിക്കൂല. അതുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹല്ല. എന്റെ വകല്ല, എന്റെ വക ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഉദ്ധരിച്ചവർ തന്നെ പറയുന്നു ദഈഫാണ്. എന്നാ തിരിച്ചു ഒന്നെങ്കിലും സ്വഹീഹാന്ന് പറഞ്ഞില്ല. ഇമാം ഹാക്കിം പറഞ്ഞു ഹദീസ് സ്വഹീഹാണെന്ന് ഇല്ല. ഇമാം ഹാക്കിം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വായിച്ചോളി, ചോദിച്ചോളി, ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾ ചോദിക്കുന്ന സമയമല്ലേ ഇൻഷാല്ലാഹ് ഞങ്ങൾ ചോദിച്ചാൽ ചോദിക്കുന്നുണ്ട്, ഉത്തരപ്പ കണ്ടോളി. ഇമാം ഹാക്കിമും പറഞ്ഞിട്ടില്ല ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കും ഇൻഷാല്ലാഹ്, ഞങ്ങൾ സമയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ഹദീസ് ദുർബലം തന്നെ. മുസ്ലിം ലോകത്ത് ഏകദേശം ഇത്തിഫാഖ് എന്ന് വേണം. നിങ്ങളും കൂടി ആയാൽ മുഴുവനായി. പറ്റില്ലല്ലോ. അശ്അരി മദ്ഹബിന്റെ ത്വരീഖത്തിന്റെ അസ്ലുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അസ്ലിലേക്ക് വരി. അതുകൊണ്ട് സ്വഹീഹാണോ നമുക്ക് ഒന്നിച്ച് അമൽ ചെയ്യാം, ദഈഫാണോ നമുക്ക് ഒന്നിച്ച് മാറ്റി വെക്കാം, അതല്ലേ ഖൈർ. അല്ലാതെ അവിടെ പാട്ട് ഇവിടെ പാട്ട്, അത് ഹിജ്റ 859 മരിച്ച അബു ഷഹീർ എന്ന പാട്ടാണ്. അത് അബു മുസ്ലിക്കൊന്നും ആയിട്ടില്ല, അത് അവിടെ ശിർക്കുമില്ല, ഒന്നുമില്ല, അവിടെ ശിർക്കുമില്ല, ശിർക്കേ ഇല്ല. എന്താ ഉള്ളത്? ഇങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞു, ആ സംഭവം സ്വഹീഹ് അല്ലതാനും. ആരാ പറഞ്ഞത് ശിർക്കാന്നുള്ളത്? ഈ ദിവസം ശിർക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഇല്ലല്ലോ, എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇത് സ്ഥിരപ്പെട്ടതല്ല, സ്വഹീഹല്ല, ദഈഫാണ്. അതുകൊണ്ട് അമൽ ചെയ്യാവതല്ല, പ്രാവർത്തികമാക്കാവതല്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും മുസ്ലിഖാക്കാൻ തോന്നുന്നത് ഇല്ല കൂട്ടം, നിങ്ങളാണ് മനുഷ്യന്മാരൊക്കെ മുസ്ലിഖാക്കുക. ശിർക്ക് ചെയ്യിച്ചിട്ട് മുസ്ലിഖാക്കുക നിങ്ങളാണ്. ഞങ്ങൾ ശിർക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ശിർക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഈ രീതി ഏതായിരുന്നാലും നല്ലതല്ല. ഏറ്റവും നല്ലത് സ്വഹീഹ് ഹദീസിലേക്ക് വരിക. അല്ലാതെ എല്ലിക്കുത്തനെ കിതാബും കാണാപ്പാടും പഠിച്ചിട്ട് അത് തഖ്ലീദ് ചെയ്ത് പോകുന്ന കാര്യമില്ല എന്ന് കൂട്ടത്തിലൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് ഇത്രയും പണ്ഡിതന്മാർ ഉദ്ധരിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇനിയും എമ്പാടും ഉദ്ധരിക്കാൻ ബാക്കിയാണ്. ഒന്നുപോലും നിങ്ങൾ ഉദ്ധരിച്ച മറൂസവിയെ പോലുള്ളതോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ 100-700 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ മനുഷ്യന്മാരെ അല്ല ഞങ്ങൾ ഉദ്ധരിച്ചത്, മുഹദ്ദിസുകളെയാണ്. ശരിയായ ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബൈഹഖി അടക്കമുള്ള ഇമാം ഹാക്കിമിന്റെ പിന്നാലെ നടന്ന് കൊല്ലങ്ങളോളം കൂടി ഇമാം ഹാക്കിമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി അറിയപ്പെട്ട ഇമാം ബൈഹഖി, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, ആ ഇമാം ബൈഹഖിയാണ് പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്, ഈ ഹദീസ് ദഈഫാണ്. എന്തിനാണ് മുസ്ലിം പിന്നെ നമുക്ക് എന്റെ പിന്നാലെ പോണത്? ആരെങ്കിലും പാട്ട് പാടിക്കോട്ടെ, ആരെങ്കിലും എഴുതി വെച്ചോട്ടെ. അതൊക്കെ സയ്യിദി മഖ്ദൂമിന്റെ പേരിൽ ആരോ മങ്കൂസ് മൊയ്‌ദി ഉണ്ടാക്കിയ പോലെ പലരും ഉണ്ടാക്കി വിട്ടു വിചാരിച്ചാൽ മതി. അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നറിയോ? ക്രിസ്ത്യാനികൾ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്ത്? ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കൊണ്ട് തവസ്സുലാക്കിയെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കിതാബിലുണ്ട് ഈസാ നബിയെ കൊണ്ട് തവസ്സുലാക്കി രക്ഷപ്പെട്ടത്. ഷിയാക്കൾ പറഞ്ഞതോ ബിഹഖി മുഹമ്മദിൻ വ അലി വ ഫാത്തിമ വ ഹസൻ വ ഹുസൈൻ. മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നിവിടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് രക്ഷപ്പെട്ടത്. എവിടെയുള്ളവരോ നിങ്ങൾ നേരത്തെ വായിച്ച കിതാബില് ഇനി അടുത്ത പേജിലേക്ക് മറിച്ചാൽ അവിടെ കാണാൻ മുഹമ്മദ്, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ എന്നിവിടെ ഹക്ക് കൊണ്ട് തേടിയപ്പോഴാണ് ആദം രക്ഷപ്പെട്ടത്. നിങ്ങൾ നേരത്തെ വായിച്ച കിതാബിലുണ്ട്. അതേപോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പാപമോചനം കിട്ടിയത്. നിങ്ങൾ പറയുന്നു മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് പാപമോചനം കിട്ടിയത്. എല്ലാം അസ്വീകാര്യം, എല്ലാം ദുർബല വാർത്തകൾ, സ്വീകാര്യമല്ല. അതുകൊണ്ട് സ്വഹീഹാണെന്ന് സ്ഥാപിക്കൂ. നമുക്ക് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അത് പ്രാവർത്തികമാക്കാം. എന്താണ് മൗലവി? ചോദ്യത്തിലേക്ക് വാ. അയാൾ കരുതി ഇയാൾ നിങ്ങൾ കൊടുക്കന്നെയും. അപ്പൊ അവർ നിങ്ങൾ ഇത് ചോദിക്കുകയും ചങ്ങാതിമാരെ 2 ചോദ്യം ചോദിച്ചിട്ട് ഈ CD കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് 4 സ്വഹാബാക്കളെ കണ്ട ഇമാമാ. ആ അബൂ ഹനീഫ ഇമാമ് അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു എന്ന് തുടങ്ങുന്ന ഖസീദത്തുൻ നുഅ്മാനിയ എന്ന കിതാബ് ഉയർത്തി ചോദിച്ചപ്പോ വാങ്ങുക, ഇത് കിതാബാണ്, ഏതെങ്കിലും വാറോലല്ല, ഇത് കിതാബാണ്. ഈ കിതാബ് ഉദ്ധരിച്ചിട്ട് ചോദിച്ചപ്പോ ഏതോ വാറോലയാണെന്ന്. അപ്പൊ പറഞ്ഞ അക്റഹുൽ ഹഖ. ആ അക്റഹുൽ ഹഖിനെ കുറിച്ച് ശറഹു കൻസുദ് ദഖായിഖ് എന്ന കിതാബ് നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയതാ. നിങ്ങൾ ഏത് കേരളത്തിൽ ജീവിക്കുന്ന മൗലവി? ശറഹു കൻസുദ് ദഖായിഖ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യന്മാര് പഠിപ്പിക്കുന്നു, അവിടെ പറഞ്ഞ ഹഖ് ഫൈസൽ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല.
തിരിഞ്ഞിട്ടില്ല ഷറഹു കൻസുദ് ദഖായിഖ്. അപ്പൊ ഇതിലൂടെ തവസ്സുൽ ചെയ്തു എന്നുണ്ട്. അവിടെ പറഞ്ഞ ഹക്ക് വേറെയാണെന്ന് ഷറഹു കൻസുദ് ദഖായിഖ്. എന്നിട്ട് ആൾക്കാരെ പൊട്ടീസ് ഷറഹു കൻസുദ് ദഖായിഖ് നെല്ലുകുദുസ് ഉണ്ടാക്കും. അല്ലാഹു ദീർഘായുസ്, അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഷറഹു കൻസുദ് ദഖായിഖ് നെല്ലുകുദുസ് അതിന്റെ കിതാബല്ല. പിന്നെ അടുത്ത ഒരു ഇമാമിന്റെ പേര് കൂടെ ചോദിച്ചു. ഹിജ്റ 852. ഹിജ്റ 852 വഫാത്തായ ഇമാം പാടിയതിനെ ചോദിച്ചപ്പോ ഫൈസൽ മൗലവി, നിങ്ങൾക്ക് ആണത്വമുണ്ടെങ്കിൽ ഈ ഇമാം പാടിയോ ഇല്ലയോ മുസ്തത്റഫ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബിശൈ ഇമാം പാടിയിട്ടുണ്ടോ ഇല്ലയോ വെല്ലുവിളിക്കുകയാണ്. ചോദിക്കുമ്പോൾ ഒരു മാന്യത. ഹദീസിലേക്ക് വാന്ന് ഹദീസിലേക്ക് വരിക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം, അബൂ ഹനീഫ ഇമാം തവസ്സുൽ ചെയ്തു. റസൂലുള്ളാഹി തങ്ങളോടും ആദം നബി തവസ്സുൽ ചെയ്തു എന്നും അബൂ ഹനീഫ ഇമാം പറയുന്നു. അബുശഹി ഇമാം 852 വഫാത്തായ ബഹുമാനപ്പെട്ടവരും പറയുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഇനി ഞങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും, അതേ നീ എന്തിനാണ് മുഖം തിരിക്കുന്നത്? അതേ മൻസൂർ രാജാവ് വന്നിട്ട് ചോദിക്കുകയാണ്, മാലിക് ബിൻ അനസ് ചിരിക്കണ്ട മൗലവിമാരെ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ഒന്നാമത്തെ ആളാണ്, രണ്ടാമത്തെ ആൾ അബുശഹി ഇമാമാണ്, മൂന്നാമത്തെ ആൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ. നിങ്ങൾക്ക് വിമർശിക്കാൻ ധൈര്യമുണ്ടോ? മാലിക് ബിൻ അനസിനെ തള്ളിക്കോളിയും, ബറൂസവിയെ തള്ളിക്കോളിയും, അബൂ ഹനീഫ ഇമാമിനെ തള്ളിക്കോളിയും. പിന്നെ സ്വീകരിക്കേണ്ടത് ആരെ? ഈ കാണുന്ന സാധനത്തെ. പറ്റൂല പറ്റൂല. ഞങ്ങൾക്ക് അബൂ ഹനീഫ ഇമാമിനെ വേണം. പിന്നെ ഹാക്കിം തങ്ങളും, ഞാൻ പറഞ്ഞില്ല ചങ്ങാതി, ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസും സ്വഹീഹാണെന്ന് സമർത്ഥിക്കും. ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയുക. ചോദിച്ചതെന്താ? അബൂ ഹനീഫ ഇമാം തവസ്സുൽ അംഗീകരിച്ചില്ലേ? അബുശൈ ഇമാം അംഗീകരിച്ചില്ലേ? ഇപ്പൊ മൂന്നാമത്തെ ആളെ പേര് മറക്കണ്ട, മാലിക് ബിൻ അനസ്. നിങ്ങൾ കുറെ ആൾക്കാരെ മൗദൂഅ് പറഞ്ഞിട്ടുണ്ട്, ഇമാമികൾ ചർച്ച ചെയ്തിട്ടത്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ചെയ്ത ഇമാം ഗസാലി പറഞ്ഞിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ചർച്ചയിലേക്ക് വരട്ടെ. മാലിക് ബിൻ അനസ് വഹുവ വസീലതുക വവസീലതു അബീക ആദമ. അപ്പൊ ബറൂസവിയെ തള്ളി, മാലിക് ബിൻ അനസിനെ തള്ള. ആരാ മാലിക് ബിൻ അനസ്? ഇമാമു ദാരിൽ ഹിജ്റ. അതുകൊണ്ട് ഫൈസൽ മൗലവി, ഞങ്ങൾ ഹദീസ് സമർത്ഥിക്കും. നിങ്ങളിപ്പോ ഉത്തരം പറയേണ്ട സാഹചര്യമാണ്. ചോദിക്കുന്നൊരു ഉത്തരം പറ മൗലവി. ചോദിക്കേണ്ട ഉത്തരം അപ്പോൾ പറയാ. ഹദീസ് സ്വഹീഹാണോ അല്ല തർക്കം. ഇപ്പൊ പറയാന്ത് ഹദീസിലേക്ക് ഞാൻ വരും എന്ന് വീട്ടിൽ പോയിട്ടോ ഹദീസിലേക്ക് വരും. ഇപ്പൊ വന്നിട്ടില്ലേ? ഇതാ ഒന്നാമത്തെ വർഷം തീരാൻ പോവുക. ഇപ്പോഴും ഹദീസ്ക്ക് വന്നിട്ടില്ല പറഞ്ഞത്. ഞങ്ങൾ ഫസ്റ്റിലേ ഹദീസമേ ഉള്ളത്, വരുന്നതിന് മുമ്പേ ഹദീസമേ ഉള്ളത്. വന്നതും ഹദീസും കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അതിന് ബേജാറായിട്ട് കാര്യമില്ല. മാലിക് ബിൻ അനസ് 4-ാമത്തെ പിടിച്ചോളി സുബിക്കുണ്ട്, 5-ാമത്തെ പിടിച്ചോളി പിന്നെ സുബ്നുൽ ഹുദാ റസാദിന് സ്വാലിഹുണ്ട്. അങ്ങനെ എണ്ണിക്കോളി, കുറെ എണ്ണിക്കോളി. ബാക്കി ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതുകൊണ്ടൊന്നും ഹദീസ് സ്വഹീഹാവുന്നല്ലോ. ഹദീസ് സ്വഹീഹാണ് വിഷയതല്ലേ. ഈ ഹദീസ് സ്വഹീഹാണ് നിങ്ങൾ പ്രമാണങ്ങൾ തെളിയിക്കുന്ന, ഹദീസ് ദഈഫാണ് ഞങ്ങൾ പ്രമാണങ്ങൾ തെളിയിക്കും. ഇതല്ലേ വാദം. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഈ ഹദീസ് അഥവാ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയ ഹദീസ് സ്വഹീഹാണ് എന്ന് പ്രമാണം കൊണ്ട് നിങ്ങൾ തെളിയിക്കും എന്നങ്ങളെ വാദം. അത് ദുർബലമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നു ഞങ്ങളെ വാദം. അതല്ലേ ഏറ്റുമുട്ടേണ്ടത്. ഇപ്പൊ അബൂ ഹനീഫ ഏതായാലും മൂപ്പര് വിട്ടു. കാരണം ഖസിയത്തുൽ ഉലമാനി ഏതായാലും വലിയ പിടുത്തല്ല, അത് കഴിയൂല. അല്ലെങ്കിൽ സ്ഥാപിക്ക്. ഞാൻ പറഞ്ഞല്ലോ അബൂ ഹനീഫ ഇമാമിന് അങ്ങനെ കിതാബില്ല. ഞാൻ പറഞ്ഞില്ലേ പേജ് നിൽക്കുമ്പോതാ പേജ് പറഞ്ഞൂടെ, വല്ല കാര്യമുണ്ടോ? ആ ഫോട്ടോഷോട്ട് ഉണ്ട്, മുടി ഫോട്ടോഷോട്ട്. നിങ്ങൾക്ക് എന്താ കൂട്ടർ എന്ത് കോപ്പിടുക്കാൻ പാടി? അതുകൊണ്ട് അബൂ ഹനീഫ ഇമാമിന് ഖസിയത്തുൽ ഉലമാനി എന്ന കിതാബില്ല. ഞാൻ പറഞ്ഞത് അബൂ ഹനീഫ ഇമാമിന് ഖസിയത്തുൽ ഉലമാനി എന്ന കിതാബില്ല. അത് പിൽക്കാലത്തുള്ള ആളുകള് കുറെ പാട്ട് ക്രോഡീകരിച്ച് അബൂ ഹനീഫ ഇമാമിന്റെ പാട്ട് എന്ന് പറഞ്ഞ് ക്രോഡീകരിച്ചു. അതില് അബുശഹീറിന്റെ പാട്ട് തിരികെ കയറ്റി. ആ അബുശഹീർ ആരാ? ഹിജ്റ 852 മരിച്ചാള്. അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് പറഞ്ഞെന്ത്, പിന്നൊരാള് പാടിയിട്ടുണ്ടെങ്കിലും പണ്ടൊരാള് പാടുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ കിതാബാ നെല്ലിക്കുത്തുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ പൊതിഞ്ഞ കിതാബ് മുസ്തഫ അല്ല പറഞ്ഞു. മൂപ്പർക്ക് മുസ്തഫ തരാൻ മാത്രം വിവരമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ അബുശഹീറിന്റെ പാട്ടാത്. ആ പാട്ടാണ് അബൂ ഹനീഫ ഇമാമിന്റെ പേര് നിങ്ങൾ ചാർത്തിയത്. അത് ശരിയല്ല. അബൂ ഹനീഫ ഇമാമിന്റെ ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇക. ഇനി ഇമാം മാലിക് പറഞ്ഞു, എന്റെ അവസാനത്തെ വാചകം വായിക്കാതെ നിർത്തിയതറിയില്ല.
ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. അത് മൂപ്പർക്ക് വായിക്കാൻ ബേജാറ്. അന്ത്യനാളിൽ വരുമ്പോൾ നിന്റെയും നിന്റെ ഉപ്പ ആദമിന്റെയും വസീലയാണ് മുഹമ്മദ് നബി. ആർക്കാ സംശയമുള്ളത്? നമ്മൾക്ക് ഒന്നാകെ റസൂലേ ആകെ പ്രയാസത്തിലാണ്. നബി പറയും അനരഹ, ഞാനതിനുള്ള ആള് വരി എന്ന് പറഞ്ഞ് ചെല്ലും. അള്ളാഹു നബി സുജൂദായി കിടക്കും. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ എല്ലാവരും തഹ്ത ലിവാഇ എന്റെ ലിവാഇന് താഴെയാണ് എന്ന് അഷ്റഫുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ വായിച്ച് അവിടെ എത്തിയപ്പോൾ ബ്രേക്ക് ഔട്ട്. അവിടെ യൗമൽ ഖിയാമ ഉണ്ട് ഉസ്താദ്, എന്താണ് വിട്ടത്? നേരത്തെ സുയൂത്തി മുകളിൽ വിട്ടു, ഇത് അടിയിൽ വിട്ടു. ഇങ്ങനെ വിട്ടിട്ടേ വായിക്കാൻ കഴിയൂ. നിങ്ങൾ ഏതൊക്കെ വായിച്ചോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം, ഒരു ബേജാറും വേണ്ട. പക്ഷെ ഹദീസ് സ്വഹിയാക്കാൻ ഇതൊന്നും പോരാ. ഹദീസ് സ്വഹിയാവാൻ ഇതൊന്നും പോരാ. ഇമാം മാലിക് പാട്ടുപാടിയാലും ശരി, അബൂ ഹനീഫ പാട്ടുപാടിയാലും ശരി, അതുകൊണ്ടൊന്നും എന്താവൂല. ഈ ഹദീസ് സ്വഹിയ നമ്മുടെ വിഷയം, അത് ഹദീസ് സ്വഹിയ സ്ഥാപിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇമാം ബൈഹഖി പറഞ്ഞു ദഈഫാണെന്ന്, ഇബ്നു അസാക്കിർ പറഞ്ഞു ദഈഫാണെന്ന്, അതേപോലെ ഇബ്നു കസീർ പറഞ്ഞു ദഈഫാണെന്ന്, ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞു ദഈഫാണെന്ന്, കൻസുൽ ഉമ്മാദിൽ പറഞ്ഞു ദഈഫാണ് എന്ന്. എത്ര ഇമാമികൾ! ഇമാം ഹാക്കിം പോലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചോളി, അപ്പൊ പറഞ്ഞടാ. അതൊക്കെ വായിക്കുമ്പോലെ വായിക്കണ്ടേ. ഇത് മുടി കൊടുന്ന പോലെ ഒരു കിതാബും കൊണ്ടുവന്നാല് അത് ന്യായമാവൂലല്ലോ. അതുകൊണ്ട് ഇമാം ഹാക്കിം അടക്കം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. ആ നിലക്ക് അംഗീകരിക്കപ്പെട്ട മുഹദ്ദിസുകളിൽ ഒരാള് പോലും ഈ ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞില്ല. ദഈഫ് എന്ന് പറഞ്ഞത് ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ഉണ്ട് താനും. ആ പണ്ഡിതന്മാരുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ ഹദീസ് സ്വഹീഹല്ല. ഒരാളുടെയും പിൻബലമില്ലാതെ ഏതോ ഒരു പാട്ടിന്റെ പിൻബലത്തിൽ നിങ്ങൾ പറയുന്നു ഇത് സ്വഹീഹാണ്. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് തെളിവ് മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദ് തെളിവാണെങ്കിൽ ശരിയാണ്, അത് ഓക്കെ അംഗീകരിക്കാം. അതിലത് ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾക്കത് പോരാ, മുസ്ലിമീങ്ങൾക്കത് പോരാ. സുന്നത്ത് ജമാഅത്തിന്റെ തെളിവ് 1 അല്ലാഹുവിന്റെ കിതാബ്, 2 റസൂലിന്റെ സുന്നത്ത്, 3 സ്ഥിരപ്പെട്ട ഇജ്മാഅ്, 4 വ്യക്തമായ ഖിയാസ്. അതിലുണ്ടോ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് നിങ്ങൾ കാണിച്ചോളി. തർക്കം അവസാനിപ്പിക്കുക. ഞങ്ങൾക്ക് ചോദ്യം വേണമെന്നില്ല, ഞങ്ങൾ അംഗീകരിച്ചോളാം. ഇതാ ഇന്ന ഇമാമിങ്ങളൊക്കെ ഇത് സ്വഹീഹാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നേക്ക് നേരെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ അംഗീകരിക്കും. ശരി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഇതാ തിരുത്തുന്നതിന് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല. കാരണം അല്ലാഹുവിന്റെ ദീനാണ് നിങ്ങൾ സ്ഥാപിച്ചു, സാധ്യമല്ല സ്ഥാപിക്കാൻ എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുൻകാല പണ്ഡിതന്മാരൊക്കെ ദഈഫ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എന്തിനാണ് മുസ്ലിയാരെ, ഈ സാധുക്കളായ സാധാരണക്കാരായ ദീനി സ്നേഹികളായ മനുഷ്യന്മാരെ വെറുതെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ കൂടുതൽ പിന്നാലെ കൊണ്ടുപോയിരിക്കുന്നത്? എന്നിട്ട് അതിമുക്ക് ഹദീസിക്ക് വരും എന്നാ വരിക? നിങ്ങൾ വരി, നിങ്ങൾ ഉത്തര സമയത്ത് വന്നോളാന്നാ നിങ്ങൾ ഇപ്പൊ തുടങ്ങുമ്പോഴേ പറയുന്നത്. വിഷയാവതരണം മുതലേ അതല്ലേ ഞങ്ങൾ പറഞ്ഞത്? വിഷയാവതരണം മുതൽ ഞങ്ങൾ പറഞ്ഞത്. സ്വാഗതം പറഞ്ഞ ആള് പോലും അതാ പറഞ്ഞത്. എന്നിട്ട് വരുന്നുണ്ട് വരൂല. നിങ്ങൾ വരൂല, നമുക്കറിയാം. ഈ ഹദീസിലേക്ക് വരാൻ കഴിയുകയുമില്ല. വന്നാൽ അതോട് എല്ലാം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വക പാട്ടും പെയ്ത്തോണ്ടും കാര്യമില്ല. ശരിയായ സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതാണോ അത് സ്ഥാപിക്കൂ. അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാം 7 കിതാബിൽ പറയൂ. അബൂ ഹനീഫ ഇമാമിന് ഖസ്വത്തുൽ ഉൽമാൻ എന്ന കിതാബില്ല, അദ്ദേഹം രചിച്ചിട്ടുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എന്തേ നിങ്ങൾ ഗണ്ണിക്കാത്തത്? അബൂ ഹനീഫ ഇമാം അങ്ങനെ കിതാബ് എഴുതിയിട്ടില്ല, തീർത്ത് പറയുന്നു. പിൽക്കാലത്ത് ആരോ കുറെ പാട്ടുണ്ടാക്കി ഒരു കിതാബാക്കി ഖസ്വത്തുൽ ഉൽമാൻ എന്ന് പേരിട്ടു. ഏതുപോലെ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയ പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെന്നല്ലാതെ അതില് അബു ഷഹീറിന്റെ പാട്ടെടുത്തിട്ട് അബൂ ഹനീഫ ഇമാമിന്റെ പേര് ചാർത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബു ഷഹീറിന്റെ പാട്ടാണ്. അതിലെന്താണുള്ളത്? ഇസ്തിഗാസല്ല, തവസ്സുൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താണത്? ആദ്യ നബി തവസ്സുലാക്കിയപ്പോൾ തൗബ സ്വീകരിച്ചതേ ഉള്ളൂ. അതാവട്ടെ സ്വഹീഹല്ല. അതല്ലേ പറഞ്ഞത്? അതേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വാണി വായിച്ചോളി, നിങ്ങൾക്ക് സുബിക്കിന്റെ വായിച്ചോളി, ഇഷ്ടം പോലുണ്ട്. സുബ്ഹുൽ ഹുദാ റസദന്റെ വായിച്ചോളി, അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് സംഭവം സ്വഹീഹാവണ്ടേ. ഒരു ദുർബലമായ ഹദീസ് 10 ആള് പറഞ്ഞാൽ സ്വഹീഹാവോ? ഇല്ലല്ലോ. ഒരു മുടിയപ്പോ 10 ആള് പറഞ്ഞ എന്ത് ചെയ്യും? അത് ആരെയും വിശ്വസിച്ചോളും. ഇതങ്ങനെ ഉണ്ടാവൂല. അതുകൊണ്ട് സ്വഹീഹാണെന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ദഈഫാണ്, ദുർബലമാണ് എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ തൊടാൻ പോലും ശ്രമിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പിച്ചുമ്പയാണോ? ഇതേത് കിതാബാണെന്നറിയുമോ? കിതാബിന്റെ പേര് പറയുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസിന്റെ പവർ ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ്. മാലിക് ഇബ്നു അനസ് ഇമാമു ദാരിൽ ഹിജ്റ, ബഹുമാനപ്പെട്ടവർ പറയുന്നു അന്നഹു ഇദാ ഖാല ഫിൽ മസ്അലത്തി ലാ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് ഒരു മസ്അലയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ, ഔ നഅം, അതല്ലെങ്കിൽ ഒരു മസ്അലയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, ലാ യുഖാലു ലഹു, ഒരാളും തന്നെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കൂല മിൻ ഐന ഖുൽത ഹാദാ, എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയതെന്ന്
പഠിക്കുന്നവരും ചോദിക്കൂല. അതിന്റെ പുറമെ വഅഖദ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ കിതാബോധി പഠിച്ചത് അൻ 900 ശൈഖിൻ, അതേ 900 ശൈഖന്മാരിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ കിതാബോധി പഠിച്ചത്. മിൻഹും 300 മിന താബിഈൻ, ആ 900 ഉസ്താദന്മാരിൽ 300 ഉസ്താദുമാര് താബിഈങ്ങളാണ്. 300 ഉസ്താദുമാര് താബിഈങ്ങളാണ്. അങ്ങനത്തെ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇബ്നുൽ ഹാജ് തന്റെ മദ്ഖലിൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഫൈസൽ മൗലവി, ഇബ്നുൽ ഹാജിന്റെ മദ്ഖലിൽ യൗമൽ ഖിയാമ എന്ന് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇബ്നുൽ ഹാജിന്റെ മദ്ഖലാണ്. അതിൽ പറയുന്നു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, യൗമൽ ഖിയാമ ഇല്ല, ആദം നബി വസീല ചെയ്തതാണ് ഹബീബ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. മാലിക് ബിൻ അനസിനെ തള്ളണം അല്ലേ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഒരഭിപ്രായം പറഞ്ഞാൽ അത് ഇജ്മാഇനടക്കം സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഇമാമിനെ ഞാൻ പറയണോ മൗലവി, പറയണോ? ചർച്ച വരുന്നുണ്ട്. അപ്പൊ ബറൂസവിയെ തള്ളി പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിഷയത്തിലേക്ക് വന്നാ പോലും, ഇതെന്റെ വിഷയമല്ലേ? നമ്മളെ വിഷയം എന്താണ്? ആദം നബി മുത്തുനബിയോട് തവസ്സുൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ സമർത്ഥിക്കണം. അതല്ലേ ഞങ്ങൾ സമർത്ഥിക്കുന്ന. ഇമാം അബൂ ഹനീഫ ഇമാം അംഗീകരിച്ചു. അതല്ലേ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ലോക മുസ്ലിമീങ്ങൾക്ക് തെളിവാണ്. മാലിക് ബിൻ അനസ് തെളിവാണ്. ബഹുമാനപ്പെട്ട അഷ്ബ ഇമാമിനെ തള്ളി ഹിജ്റ 852. എന്നാ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അതെ ഹിജ്റ 80 ജനിച്ചതല്ലോ? ഹിജ്റ 80 ജനിച്ച അബൂ ഹനീഫ ഇമാമിനെ തല്ലോ? പിന്നെ വിഷയത്തിലേക്ക് വരും. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ കുടുങ്ങിയ നിങ്ങൾ ചോദ്യവും നമ്മൾ ഉത്തരവാകുമ്പോഴത്തേക്ക് കോലം അല്ലാഹ് കാക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹ് കാക്കട്ടെ. പിന്നെ മുടിയിലേക്ക് നീങ്ങാണ്. ചങ്ങതി മുടിയല്ല ചർച്ച. ഇവിടെ ചർച്ച എന്താ പറയുക, മുടിയൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇവിടുത്തെ ചർച്ച ആദം നബി മുത്തുനബിയോട് തവസ്സുൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് അബൂ ഹനീഫ, ഉണ്ടെന്ന് മാലിക് ബിൻ അനസ്, ഉണ്ടെന്ന് അഷ്ബഹി ഇമാമും, അങ്ങനെ തുടങ്ങി ഇമാമിങ്ങൾ. നിങ്ങൾ വീണ്ടും പറഞ്ഞോളീന്ന്. അതുണ്ട്. അപ്പൊ ഉണ്ടല്ലേ? ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് 300ഓളം താബിഈങ്ങളിൽ നിന്ന് കിതാബോധി പഠിച്ച ഇമാം മാലിക് ബിൻ അനസ് വസീല ഉണ്ടെന്ന് സമ്മതിക്കുന്നു. വസീലത്തു അബീക ആദമ, ഓ സമൂഹമേ നിങ്ങൾ പഠിക്കണം. മാലിക് ബിൻ അനസ് അംഗീകരിക്കുന്നു. യൗമൽ ഖിയാമ ഇല്ല. ഇബ്നുൽ ഹാജ് മദ്ഖൽ. ഇബ്നു ഹാജ് അല്ല ഇവിടെ ചോദിച്ചത്, ഇമാം മാലിക് പറഞ്ഞു. എന്താ ഇബ്നു ഹാജിക്ക് പോണ്? എന്താ ഇബ്നു ഹാജിക്ക് പോയിപ്പോ ഒരു കോപ്പി കിട്ടിയതില്ലാത്തത്? അപ്പൊ അയിമ പിടിച്ചു. ഇബ്നു ഹാജ് ഇമാം മാലിക്കിനെ കാണാൻ കഴിഞ്ഞ 400 കൊല്ലം കഴിഞ്ഞിട്ടാ മുസ്ലിയാലെ. ഇമാം മാലിക്കിന്റെ കാലം കഴിഞ്ഞ് 400 കൊല്ലം കഴിഞ്ഞ ഇബ്നു ഹാജ് ജീവിക്കുന്നത്. ഇപ്പൊ അവിടുന്ന് കിട്ടിയത് എന്താ മുസൈബക തട്ടിപ്പൊക്കെ നാടൻപാടി നടക്കും. ഇവിടെ പറ്റൂല. ഇപ്പൊ എല്ലാം വിട്ടു. ഇപ്പൊ കസയത്തിന് ഒഴിമാനിയില്ല. ഇമാം മാലിക്കിനെ പിടിച്ച് കുടുങ്ങിപ്പോ. ഇമാം മാലിക് 300ഓളം താബിഈങ്ങൾ പഠിച്ചെങ്കിൽ അതിന്റെ ഗുണ ഒരൊറ്റ സ്ഥലത്തെ തവസ്സുലും അതേപോലെ ഇസ്തിഗാസയും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അദ്ദേഹം സലഫിയാക്കിയില്ല. അല്ലെങ്കിൽ പറയും നിങ്ങളല്ലേ പറഞ്ഞത് പോയിട്ട് തേടാ ജാടത്തേക്ക് പോകാ, അവിടെ പോയി പ്രാർത്ഥിക്കാം, അങ്ങ് മങ്കൂസ് മോദിലുണ്ടെന്ന്. ഇല്ല കൂട്ടരെ കാണാൻ കഴിയില്ല. ഇമാം മാലിക്കിന് അഖീദ പരിശോധിക്ക്, ഇമാം അബൂ ഹനീഫ അഖീദ പരിശോധിക്കുക. അതുകൊണ്ടല്ലേ നിങ്ങൾ 4 മദ്ഹബ് ഫിഖ്ഹിലെടുത്തപ്പോ വിശ്വാസം ഏതാണ്? അത് പിന്നെ അശ്അരി മാതുരിദി. അത് ഇവരൊന്നും പറ്റൂല. വിശ്വാസത്തിൽ അശ്അരി മാതുരിദി. അവിടെ അബൂ ഹനീഫ പറ്റൂല, ഇമാം മാലിക് പറ്റൂല, ഇമാം ഷാഫി പറ്റൂല, ഇമാം അഹ്മദ് പറ്റൂല. അവിടെ അശ്അരി മാതുരിദി. നിസ്കരിക്കുമ്പോ ഇമാം അബൂ ഹനീഫ നിസ്കരിച്ച പോലെ, ഇമാം ഷാഫി നിസ്കരിച്ച പോലെ, ഇമാം മാലിക് നിസ്കരിച്ച പോലെ. എന്നാ വിശ്വസിക്കുന്നിടത്തോ ഓരോ പറ്റൂല. അത് അശ്അരി മാതുരിദി. അവിടെയാണ് ഇരട്ടത്താപ്പ്. ആ പ്രശ്നങ്ങൾ പറ്റി ഓലെ കുരുത്തക്കേടാണ്. ഏതാ ഞങ്ങൾ നിങ്ങളെ ഭാഷ പറഞ്ഞാല്. അപ്പൊ ഏതായിരുന്നാലും ശരി, മൂപ്പൻ ഇപ്പോഴും പറയാം ഞങ്ങൾ വിശ്വസിക്കും വരും പറ്റും, വരണം. അത് വരണം എന്നുള്ളത് അത് വന്നിട്ടില്ല. മാലിക് ബിൻ അനസിനെയും ഇമാം അബൂ ഹനീഫയും ഒക്കെ ആ പേര് പരാമർശിക്കാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ല. ഓലെ കിതാബിലില്ലാത്തത് ഓലെ പേര് ഉണ്ടാക്കി പറയാം. എന്നിട്ട് അത് ഒച്ചിട്ട് സ്ഥാപിക്കാൻ നോക്കാൻ പറ്റൂല ഉസ്താദെ. ഞാൻ പറഞ്ഞല്ലോ അബൂ ഹനീഫ ഇമാമിന് ആ കിതാബില്ലാൻ. നിങ്ങൾ എന്താ കേൾക്കണില്ലേ? അത് കേൾക്കുന്നില്ലേ? അബൂ ഹനീഫ ഇമാമിന് കിതാബില്ലാന്ന്. ഇല്ലാത്തൊരു കിതാബ് ഏതോടുത്ത് പിന്നുണ്ടാക്കിയിട്ട് അബൂ ഹനീഫ പാടിയാൽ അത് വിശ്വസിക്കേണ്ട വല്ല ബാധ്യത നമുക്കുണ്ടോ? ആ മഹാന്റെ പേര് ഈ കളവ് പറയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത് പറയല്ലാൻ അബൂ ഹനീഫ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയാൻ എന്താ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പഠിച്ചത് പ്രകാരം ഈ ഹദീസ് സ്വഹീഹല്ല. ആര് പറഞ്ഞു? ഒട്ടനേകം എണ്ണി പറഞ്ഞു. ഞാൻ ഇനിയും പറഞ്ഞ എടുങ്ങാറാക്കുന്നില്ല. ഹദീസ് ഉദ്ധരിച്ചവരൊക്കെ
എണ്ണി എണ്ണി തൊട്ടുടനെ പറയുന്നു വഹുവ ദഈഫുൻ വഹുവ ദഈഫുൻ വഹുവ ദഈഫുൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ മുഹദ്ദിസുകൾ പലരും ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഇമാം ഹാക്കിം പോലും ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിടുത്തം കിട്ടില്ല. എന്താ സംഗതി എന്നുള്ളത് പിടുത്തം കിട്ടിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഇമാം ഹാക്കിം പോലും പറഞ്ഞിട്ടില്ല ഹദീസ് സ്വഹീഹാണ് എന്ന്. ഈ വക കഥന്റെ പിന്നാലെ പോയി പാട്ടും ഞാൻ പല അബുഷഹീറിന്റെ പാട്ടാണ്. അബുഷഹീറിന്റെ പാട്ടാണ്. ആ അബുഷഹീർ ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തെ കിതാബിൽ പാട്ടുണ്ട്. ആ പാട്ടിനോട് ഇമാം ഹാക്കിമും ബൈഹഖിയും ഉദ്ധരിച്ച സംഭവം സ്വഹീഹില്ലാന്നിട്ട് പിന്നെ അബുഷഹീർ പറഞ്ഞ അംഗീകരിക്കും. അബുഷഹീർ സ്വഹീഹാണോ അത് പറയും. അബുഷഹീർ ഈ ഹദീസ് സ്വഹീഹ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചോളി. ഈ ഹദീസ് സ്വഹീഹ് അബുഷഹീർ പറഞ്ഞു. നിങ്ങൾ വായിക്കി. കാണിക്കാൻ കഴിയൂല, വായിക്കാൻ കഴിയൂല. അതല്ല ഞങ്ങളെ ധൈര്യം. അതുകൊണ്ട് ഈ ഹദീസ് ഒരിക്കലും തെളിവിന് പര്യാപ്തമല്ല. അബൂ ഹനീഫ ഇമാമിന്റെ അഖീദ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. എന്ത്? വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇക വബിഹഖി മആഖിദിൽ എന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നു. ഇന്നാളുടെ ഹഖ് കൊണ്ട്, അംബിയാക്കളുടെ ഹഖ് കൊണ്ട്, മഅഖിദുൽ ഇസ്സിന്റെ അർശിൽ മഅഖിദുൽ ഇസ്സിന്റെ ഹഖ് കൊണ്ട് എന്നൊക്കെ പറയൽ ഞാൻ വെറുക്കുന്നു. എനിക്കത് ഇഷ്ടമില്ല. ഇമാം അബൂ ഹനീഫ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ കറാഹത്ത് പോലല്ലോ, തഹ്രീമിനാണല്ലോ കറാഹത്ത് പോവുക. ഏതായിരുന്നാലും ശരി, അബൂ ഹനീഫ ഇമാമിന്റെ അഖീദ അതാണ്. ഇമാം മാലിക്കിന്റെ അഖീദയും അത് തന്നെയാണ്. ഇമാം ഷാഫിയുടെ അഖീദയും അത് തന്നെയാണ്. അതുകൊണ്ട് അവരൊക്കെ സ്വീകരിച്ച നിലപാട് ഇബ്നു കസീർ പറഞ്ഞ പോലെ മസ്ലക സലഫി സ്വാലിഹി മാലികിൻ വൽ ഔസാഇ വ അഹ്മദ വൽ ലൈസ എന്ന് പറഞ്ഞ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇവരൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരെ അഖീദയിലേക്ക് മടങ്ങി നിങ്ങൾ ഈ അശ്അരിയും മാതുരി അത് സ്വീകരിച്ചാലും മതി. അതിലും ഇല്ല ഇതൊന്നും. അശ്അരി ഇമാമിന്റെയോ മാതുരി ഇമാമിന്റെ അഖീദയിൽ പോലും തവസ്സുൽ ഇസ്തിഗാസിൻ കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലത്തെ ഉണ്ടായിട്ടുള്ളൂ. സൂഫി ഉണ്ടാക്കിയതാ പിൽക്കാലത്ത് അവിടുന്ന് കയറി വന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ ഈസാ നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദ നബി രക്ഷപ്പെട്ടത് എന്ന് അവര് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിലുണ്ട്. അതേപോലെ ഷിയാക്കൾ അലി ഫാത്തിമ ഹസൻ ഹുസൈന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദ നബി രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിലുണ്ട്. അതേപോലെ സൂഫികൾ പറഞ്ഞു മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ഈ ആദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടത്. അതിനപ്പുറത്ത് മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവരാരും അത് രേഖപ്പെടുത്തിയിട്ടുമില്ല, സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ വെറുതെ ഉണ്ടാക്കി പറഞ്ഞ് ഒച്ചയും ബഹളവും കൂട്ടി ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ അബൂ ഹനീഫ ഇമാം ആ പാട്ട് അതൊന്നും കാര്യമില്ല. മൂട്ട അതൊക്കെ അബൂ ഷഹീറിന്റെ, അതുകൊണ്ട് കാര്യമില്ല. അബൂ ഷഹീറിന്റെ കാര്യമില്ല. നമുക്ക് ആവശ്യം അബൂ ഹനീഫ ഇമാമിന്റെ ഏത് കിതാബിലുണ്ട്? നിങ്ങൾ പറഞ്ഞോളി. അബൂ ഹനീഫ ഇമാമിന്റെ ഏത് കിതാബുകൾ? ഖസീത്തുൽ ഉലമാനിയെ പറ്റൂല, അത് പിന്നെ ഉണ്ടാക്കിയില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ഏത് കിതാബുകൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ, നമ്മൾ അംഗീകരിക്കും. അബൂ ഹനീഫ ഇമാമിന്റെ ആ പാട്ട് അദ്ദേഹത്തിന്റെ ഇന്ന കിതാബിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കും അംഗീകരിക്കുന്നുവെന്ന്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അബൂ ഹനീഫിന്റെ പേര് പൊള്ളിട്ട് രക്ഷപ്പെടാനോ? നടക്കൂല. അബൂ ഹനീഫ ഇമാമിന് അങ്ങനെ കിതാബേ ഇല്ല. അതുകൊണ്ട് അബൂ ഹനീഫ പാടിയിട്ടുമില്ല. അബൂ ഷഹീറിന്റെ പാട്ട് അബൂ ഹനീഫയുടെ പേരിൽ ചാർത്തി എന്ന് മാത്രം. അതിനാ നെല്ലിക്കുത്തിന്റെ ഭാഗങ്ങൾ ജംഅ് അടിക്കുറിപ്പിട്ട് അടി കൊടുത്തത്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. ദർസിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇവിടെ പറ്റൂല. അവിടെ ഇങ്ങനെ വേറെ ചോദ്യമില്ലല്ലോ, ഇങ്ങോട്ട് ചോദ്യമില്ലല്ലോ. പിന്നെ ഇമാം മാലിക്കിന്റെ മഹത്വം നമുക്ക് പറയാം, ഒരു തർക്കമില്ല. ഇമാം മാലിക് എന്നല്ല അഹ്ലുസുന്നയുടെ എല്ലാ ഇമാമികളും അങ്ങേയറ്റം മഹത്വമുള്ളവരാണ്. ഏതായിരുന്നാലും ഇപ്പൊ അവസാന റൗണ്ടിൽ എത്തി മുമ്പ് ചോദ്യമില്ല. ഇപ്പൊ ചോദ്യമില്ല. കാരണം കൊടുന്ന ചോദ്യം ഇക്കൊല്ലം തൂറ്റിപ്പോകുന്നു വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ് നിങ്ങൾ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞ സമയത്ത് പഠിച്ചോ കാക്കട്ടെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആരാ കാക്കണ? മൊയ്‌ലി ശൈഖ ഇപ്പൊ കാക്കണ ആരാ? റഹ്മാനായ റബ്ബ് തന്നെയാണ് ഹക്കിനെ സഹായിക്കുക, സംശയമൊന്നുമില്ല. ഞങ്ങളെ പ്രാർത്ഥന റബ്ബേ ഞങ്ങൾ ഹക്കിലാണെങ്കിൽ ആ ഹക്കിനെ സഹായിക്കണേ എന്നാ ഞങ്ങളെ പ്രാർത്ഥന. തെറ്റാണോ തിരുത്താണോ മനസ്സ് തരണേ എന്നാ ഞങ്ങളെ പ്രാർത്ഥന. ഞങ്ങൾക്കൊരു വേറെ വാശിയൊന്നുമില്ല. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഈ ഹദീസ് ലഈഫാണ്, ദുർബലമാണ്, സ്വീകാര്യമല്ല, മൗളൂ ആണെന്നും ബാത്തിലാണെന്നും പോലും പറഞ്ഞ പണ്ഡിതന്മാർ ലോകത്തുണ്ട്. നിർമ്മിതമാണെന്നും പിൽക്കാലത്ത് ആരോ കെട്ടിയുണ്ടാക്കിയതാണ്, നിരർത്ഥകമാണ്, ബാത്തിലാണ് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നിസ്കാരം ബാത്തിലാണ്, എന്താ പിന്നെ നിസ്കാരം എടുക്കാൻ പറ്റൂലല്ലോ എന്ന പോലെ ഈ ഹദീസ് ബാത്തിലാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ, ആധികാരികരായ ഹദീസ് പണ്ഡിതന്മാർ, ഹദീസ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു സംഭവം ഇങ്ങനെ വെറുതെ ഏതെങ്കിലും പാട്ടിന്റെ പിന്നാലെ പോയിട്ട് ഈ സമുദായത്തെ കൊണ്ട് അതൊരു വിശ്വാസകാര്യത്തിന്, ഒരു അഖീദയുടെ കാര്യത്തിന് തെളിവായി സ്വീകരിക്കാൻ നിർബന്ധിക്കല്ല എന്ന നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നേക്കുന്ന ഹക്ക് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക. തുറന്ന് പറഞ്ഞാൽ പോലെ ഇത് ശരിയല്ല, ഞങ്ങളെ മനസ്സിലാക്കിയതായിരുന്നു, അത് ലഈഫാണ്, നമുക്ക് ഭാരത തെളിവുണ്ട്, നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് അതിലേക്ക് നീങ്ങാം. അതല്ലെങ്കിൽ അത് സ്വഹിയാണോ നിങ്ങൾ സ്ഥാപിക്കുക. അത് പറയുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് എന്നാ നിങ്ങൾ വരേണ്ടി വരും, നിങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. എന്റെ മാന്യ ശ്രോതാക്കളെ,
ഇവിടെ പറയുന്ന പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. അഥവാ ഇവിടുത്തെ വിഷയം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്തു. അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം. ആ വിഷയത്തിലാണ് തർക്കം വന്നത്. അപ്പൊ അവിടെ ആ വിഷയത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് ചോദിച്ചത്, അബൂ ഹനീഫ ഇമാം അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക എന്ന ഖസീദത്തുൻ നുഅ്മാനിയ. അയാൾ തന്നെ പറഞ്ഞ ഖസീദത്തുൻ നുഅ്മാനിയാന്ന്. ഈ നുഅ്മാൻ എന്നുള്ളത് അബൂ ഹനീഫ ഇമാമിന്റെ പേരാ സഹോദര, ഖസീദത്തുൻ നുഅ്മാനിയ. പിന്നെ ചോദിക്കാണ്, അത് ഖസീദത്തുൻ നുഅ്മാനിയ ശേഷം ഉണ്ടാക്കി, പിന്നെ ഖസീദത്തുൻ നുഅ്മാനിയ പിന്നെ അബൂ ഹനീഫ ഇമാം പാടാതെ മുമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? അബൂ ഹനീഫ ഇമാം പാടിയത് ശിഷ്യന്മാരുണ്ടാക്കിയതാ. വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക്. അങ്ങനെ ഒരു ഗ്രന്ഥമില്ല, ഒരു ഖസീദയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് തവസ്സുൽ തേടി എന്ന വിഷയം പറഞ്ഞപ്പോ ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത് ഒന്നുകിൽ രണ്ടാലൊരു മറുപടി. ആ അബൂ ഹനീഫ ഇമാം തവസ്സുൽ ചെയ്തു, അങ്ങനെ വരുമ്പോ നിങ്ങളെ വാദപ്രകാരം അബൂ ഹനീഫ ഇമാം മുശ്രിക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം ഖസീദത്തുൻ നുഅ്മാനിൽ അങ്ങനെയുണ്ട്. അതിന്റെ പുറമെ രണ്ടാമത്തെ പിന്നെ ചോദ്യം വിട്ടുന്ന് ചങ്ങാതി വീണ്ടും ചോദ്യം ആവർത്തിക്കാണ്. അങ്ങനെ ഉണ്ടോ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം മുശ്രിക്കാണോ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ മൻഖൂസ് മൗലിദിൽ അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം സുന്നികൾക്ക് ഓതാം. രണ്ടാമത് ചോദിച്ചു ഹിജ്റ 850. ചോദ്യം വിട്ടിട്ടില്ല, 3 ചോദ്യ. ഒന്ന് അബൂ ഹനീഫ ഇമാം, രണ്ടാമത്തത് ഹിജ്റ 852 വഫാത്തായ അബുശഹി ഇമാം ഏതെങ്കിലും കിതാബ മുസ്തത്തുറഫ്, കേട്ടോ കിതാബിന്റെ പേര് കേട്ടെങ്കിൽ മുസ്തത്തുറഫ് 1-ാം വാള്യം 491-ാമത്തെ പേജ്. മുസ്തത്തുറഫ് 1-ാം വാള്യം 491-ാമത്തെ പേജിൽ അബുശഹി ഇമാം പാടുന്നു, അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സംബിഹി ബിക ഫസ വഹുവ അബാക. അവിടെ മിൻ സംബിഹി എന്നല്ല, മിൻ സല്ലത്തിൻ എന്നല്ല, നിങ്ങൾ പഠിക്കണം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞു, മാലിക് ബിൻ അനസ് വഹുവ വസീലത്തുക വവസീലത്തു അബീക ആദമ. അപ്പൊ യൗമൽ ഖിയാമ എന്ന് മൂടി വെച്ചു. എവിടെ ചങ്ങാതി? ശിഫ എടുക്ക്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദിന്റെ ശിഫയിൽ യൗമുൽ ഖിയാമ എന്നുണ്ടോ? ബഹുമാനപ്പെട്ട അതേ ഇബ്നുൽ ഹാജ് തങ്ങളും തന്റെ മദ്ഖലിൽ യൗമുൽ ഖിയാമ എന്നില്ല. അപ്പൊ ഒരു റിപ്പോർട്ടിൽ യൗമുൽ ഖിയാമ, ഒരു റിപ്പോർട്ടിൽ ഇല്ല. അത് വരുന്നത് കൊണ്ട് തൗഹീദും ശിർക്കിനും ആയുണ്ടാവോ? ആഖിറത്തിൽ ശിർക്ക് ഇല്ല, ഇവിടെ ശിർക്ക്. ആഹാ, ഖിയാമത്ത് നാളെത്തുമ്പോ ശിർക്കില്ല, ഇവിടെ ശിർക്ക്. അങ്ങനെ ഒരു ശിർക്ക് എന്തോ ഇസ്ലാമിലുണ്ടാ? പരലോകത്ത് ശിർക്ക്, ഇവിടെ തൗഹീദ്. അല്ല, ഇവിടെ തൗഹീദ്, പരലോകത്ത് ശിർക്ക്. അങ്ങനെ ഒന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം വിഷയത്തിൽ നിന്നാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്തു എന്ന് പ്രമാണങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കും. നിങ്ങൾ സ്ഥാപിക്കില്ല, അത് ദുർബലമാണെന്ന് പറയുന്നു. അതിൽ നിന്നിട്ടാ ചോദിച്ച അബൂ ഹനീഫ ഇമാം അത് അംഗീകരിച്ചിട്ടുണ്ട്, ഇമാം മാലിക് അംഗീകരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബുശഹി ഇമാം അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറയുന്നത് ഹദീസുക്കൊക്കെ വരാൻ കഴിയൂല, മുസ്ലിയാരെ കഴിയൂല. ഇനി തുറന്ന് പറഞ്ഞാളേ, അതായിട്ടും നല്ലത്. മനുഷ്യന്മാർക്ക് ഇപ്പൊ മനസ്സിലാണ്ട് ഏകദേശമൊക്കെ. നമ്മളെ ഉസ്താദ് ഏതായാലും ഇനി മുദരിസിനെ മാറ്റേണ്ടി വരും. നിവൃത്തില്ല. ഈ കൊല്ലത്തിൽ മുദരിസാണെങ്കിൽ പിന്നെ മുത്താലിമികൾ കാര്യം പറയാനില്ല. അത് വരാ ലാസ്റ്റ് അത് മറന്നിട്ടോ, ഞാൻ അടുത്തിനാക്കാന്ന് പറയും. വിടൂല, അങ്ങനെ വിടൂല. നീ പരലോകത്ത് തുണി കഴിച്ചിട്ടാ വരിക, അവിടെ ഇവിടെ കഴിച്ചിടാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെയും ഇവിടെയൊക്കെ പല വകുപ്പും പല മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ശിർക്കിന്റെ വിഷയം വരുന്നില്ലാന്ന്. ഇവിടെ ശിർക്കിന്റെ വിഷയം വരുന്നില്ല. നിങ്ങൾക്ക് അത് പറഞ്ഞിട്ടണം. ഇത് ശിർക്കാന്ന് പറഞ്ഞ ശിർക്കായത് ശിർക്കാന്ന് പറയും, ബിദ്അത്തായത് ബിദ്അത്താന്ന് പറയും, തൗഹീദായത് തൗഹീദാന്ന് പറയും. ഒരു സംശയമൊക്കെ ആ വിഷയത്തിലില്ല. ഇവിടെ ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. ഇത് സ്ഥിരപ്പെടാത്തൊരു സംഭവം. എന്നിട്ടോ ഇപ്പൊ പറഞ്ഞെന്താണ്? അബൂ ഹനീഫ ഇമാമിന്റെ പാട്ടും അതേപോലെ അബുശഹീന്റെ പാട്ടും ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ. ഇപ്പൊ അല്ല, അവിടെ മീൻ സല്ലത്തിനാണ്, ഇവിടെ മീൻ ദമ്പിന്നാണ്. അപ്പൊ വ്യത്യാസം ഉണ്ടല്ലോ എന്നാണ്. എന്താ അർത്ഥം? സല്ലത്താണ് പാപം, ദമ്പോ പാപം, രണ്ടും തന്നെ വാക്ക് വ്യത്യാസം. അങ്ങനത്തെ കോപ്പി എടുക്കുമ്പോ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവില്ല. അല്ലി പിടിക്കൂലേ? കോപ്പി എടുക്കുമ്പോ അങ്ങനെ തന്നെ കുത്തും കോമ്യം വരെ അങ്ങനെ ഇട്ടാല് ഉറപ്പല്ലേ കോപ്പിയാന്നുള്ളത്. എന്നിട്ടും പിടിച്ചു. അതാ നെല്ലിക്കുത്ത് ഊരാൻ പറഞ്ഞത്. ഇങ്ങനെ ആള് പാടിയിലോണ്ട് അന്നൊരാള് പാടിക്കൂടാ എന്നില്ലല്ലോ. അത് നമ്മളത് ദർസിൽ പോയി പറയാൻ. ആ പൊതിഞ്ഞ കിതാബ് ഉണ്ടല്ലോ, ഇപ്പൊ എടുക്കണേ ഇല്ല. അത് ഇപ്പൊ ആ കിതാബ് എടുക്കുന്നേ ഇല്ല, പൊതിഞ്ഞ കിതാബ്. അപ്പൊ ഏതായിരുന്നാലും നെല്ലിക്കുത്ത് പോലത്തെ ന്യായമാണ് ഉസ്താദൊക്കെ. അതിന്റെ പിന്നാലെ കൊടുക്കുക. അത് അദ്ദേഹം മരിച്ചുപോയി, പഠിച്ചോ പുറത്തെടുക്കട്ടെ എന്ന് പറഞ്ഞോട് മുസ്തത്റഫ് എഴുതാൻ മുപ്പേ കയ്യൂലാന്ന്. അത് സംശയമില്ല. ആ പൊതിഞ്ഞ കിതാബ് അഖീദത്ത് സുന്ന എന്ന് പറഞ്ഞ കിതാബ് പേപ്പറുണ്ട്,
മറ്റേ ന്യൂസ് പേപ്പറിൽ പോയ കിതാബില്ലേ, ആ കിതാബാ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെയാണ് ഇത് വന്നത്. മുസ്തത്രിഫിൽ എന്താ ഉള്ളത്? അബു ഷഹി പാടുന്നുണ്ടോ? അബു ഹനീഫ പാടുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ അബു ഹനീഫ ഇമാം പാടുന്നുണ്ട്. ഒപ്പം എന്തറിയോ, ഇങ്ങനെ ഗ്രന്ഥമില്ല എന്ന് പറയാൻ പറ്റുന്നത് ഗ്രന്ഥമില്ല എന്നല്ല, അബു ഹനീഫ ഗ്രന്ഥമില്ല എന്ന് പറഞ്ഞത്. അബു ഹനീഫ ഇമാമിന് ഖസീത്തുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥമില്ല. ആവർത്തിച്ചു പറയുന്നു. എന്താ കേൾക്കാത്തത്? അബു ഹനീഫ ഇമാമിന് ഖസീത്തുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥമില്ല. അബു ഹനീഫ ഇമാം അങ്ങനെ പാട്ട് പാടിയിട്ടുമില്ല. അത് 9-ാം നൂറ്റാണ്ടുകാരന്റെ പാട്ടാണ്. അത് അബു ഹനീഫാമിന്റെ പേര് ചാർത്തി. കാരണം 9-ാം നൂറ്റാണ്ടിലും പാടിയതിന് വലിയ ആധികാരികതല്ല. അപ്പൊ അങ്ങോട്ട് പിടിച്ച ഏതുപോലെ ഹസ്രജിമുക്ക് മുട്ടിച്ച പോലെ മുടി പറയുമ്പോൾ ഇടങ്ങാറുണ്ടാവുന്ന നിവൃത്തില്ല, പറയാക്കാൻ പറ്റില്ല. നിങ്ങൾ ഉസ്താദ് കാണിച്ച പോലെ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ പാട്ട് അബു ഹനീഫ ഇമാം പാടിയിട്ടില്ല. അതുകൊണ്ടൊന്നും ഹദീസ് ഒഴിക്കുണ്ടാവില്ല, അത് തെളിവാവുകയുമില്ല. നമ്മുടെ വിഷയം അതാണ്. ആ തെളിവാ കൊണ്ടുവരേണ്ടത്. അല്ലാതെ അവിടെ ശിർക്ക്, ഇവിടെ തൗഹീദ്, ശിർക്കും തൗഹീദും എവിടെ ചെന്നാലും ഒന്ന് തന്നെയാണ്. പരലോകത്ത് എന്താ വസീല? ആദ്യം ആദം നബിയെ ചെന്ന് കാണും. ആദം നബി എന്ത് പറയും? നഫ്സി 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 നഫ്സി. അപ്പൊ പിന്നെ നൂഹ് നബിയെ ചെന്ന് കാണും. അപ്പൊ പറയും നഫ്സി 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 നഫ്സി. അവസാനം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വന്ന് കാണുമ്പോ തങ്ങൾ പറയുന്നു അനരഹ, ഞാൻ അതിനുള്ളവരാണ്. അന്ന് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മുഴുവൻ സൃഷ്ടികളും തഹ്തലിവായി, എന്റെ പതാകയുടെ കീഴിലായിരിക്കും, എന്റെ കൊടിയുടെ കീഴിലായിരിക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് വഹുവ വസീലതുക വവസീലതു അബീക ആദമ. അല്ലാഹുവിന്റെ റസൂല് നിന്റെ വസീലയാണ്, നിന്റെ പിതാവായ ആദമിന്റെയും വസീലയാണ് യൗമൽ ഖിയാമ. അപ്പം ഉപബന്ധ് ഇബ്നു ഹാജിന്റെ മദ്ഖൽ യൗമൽ ഖിയാമ എന്നില്ല. ഞാൻ അതല്ല വേണ്ടത്. ഇമാം മാലിക്കിന്റെ അസ്ലി കിതാബ് കൊണ്ടുവരൂ, അവിടെ യൗമൽ ഖിയാമ കാണിച്ചതാ. ഇപ്പൊ പറയും എടുക്ക് ഷിഫാന. എന്തേ ഷിഫയാണ് ഇമാം മാലിക്കിന്റെ കിതാബ്? ഇമാം മാലിക്കിന്റെ കിതാബ് ഷിഫ ഖാലിയാദിന്റേതല്ലേ? അതല്ല ചോദിച്ചത്. അസ്ലി കിതാബ് എടുക്ക്, അസ്ലി കിതാബ് കാണിച്ചതാ. വസീലതുക വസീലതു അബീക ആദമ യൗമൽ ഖിയാമ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് എന്തിനാ ഈ ഇമാമിങ്ങളെ പേരിൽ ഇല്ലാത്ത പറഞ്ഞത്? ഏതായിരുന്നാലും മറുപടി കിട്ടി മൂപ്പർക്ക് ഇടങ്ങാറുണ്ട്. എന്നിട്ട് പറയാറുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല ഉസ്താദ്. തെറ്റു പറ്റിയെങ്കിൽ ഞങ്ങളോട് പറയണ്ട. അന്ന് പോയിട്ട് രാത്രി റഹ്മാനായ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബേ ഞങ്ങളിത് അബദ്ധമായി മനസ്സിലാക്കിയിരുന്നു, നീ പൊടുത്തരണേന്ന് രാത്രി പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ മുമ്പിൽ പ്രഖ്യാപിക്കണമെന്നില്ല. ഞങ്ങൾക്ക് തെറ്റു പറ്റിയാലോ ഞങ്ങൾ തുറന്ന് സമ്മതിക്കും അത് അബദ്ധമാണ് എന്ന് പറയാൻ ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. ആവർത്തിച്ച് പറയാണ്. ഞങ്ങൾ ഇത്ര പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേ സ്ഥാപിക്കാത്തത്? ഞാൻ പറഞ്ഞത് ഈ ഹദീസ് ദഈഫാണ്. ഉദ്ധരിച്ചവരൊക്കെ പറഞ്ഞു എണ്ണി. ഞാൻ പറഞ്ഞല്ലോ ഒരക്ഷരം എന്തെങ്കിലും ഒന്ന് ഇമാം ഹാക്കിം പോലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാ ആയിക്കൂട്ടങ്ങൾ വരി, നമുക്ക് അപ്പം നോക്കാം. ഏതായിരുന്നാലും ഈ ഹദീസ് അഹ്ലുസുന്നക്ക് പ്രമാണമല്ല. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളാരും ഇത് തെളിവായി പറഞ്ഞിട്ടുമില്ല. ഉദ്ധരിച്ച മുഹദ്ദിസുകൾ പ്രാമാണികരായ ഹദീസ് പണ്ഡിതന്മാർ തന്നെയും ഇത് ദുർബലമാണ്, ദഈഫാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അത് മറികടക്കാൻ 9-ാം നൂറ്റാണ്ടിൽ പാടിയ പാട്ടുകൊണ്ട് ഒരിക്കലും പര്യാപ്തമല്ല. ഏത് കിതാബിൽ പാട്ടുപായിട്ടും കഴിയില്ല. ഹദീസ് സ്വഹീഹാവാ ഹദീസ് സ്വഹീഹാവാതെ എന്തെല്ലാം ദഈഫ് ഹദീസ് മൗദൂഅ ഹദീസ് ഒക്കെ ആരെല്ലാം പാട്ടാക്കിയിട്ടുണ്ട്. മൗദൂഅ് മാത്രം ക്രോഡീകരിച്ച് കിതാബ് എഴുതിയ പണ്ഡിതന്മാരില്ലേ, അതോടെ എടുക്കാൻ പറ്റും? ഇല്ലല്ലോ. അൽ മൗദൂഅ എന്ന പേരിൽ കിതാബ് എത്ര ഉണ്ട്, അതോടെ ഹദീസ് എടുക്കാൻ പറ്റും? ഇല്ല. ഒരു കിതാബ് കണ്ടാൽ പോലല്ലോ പ്രാമാണികമാവണ്ടേ. അതുകൊണ്ടാ പറഞ്ഞത് അത് ഇമാം അബൂ ഹനീഫയുടെ പാട്ടല്ല, അബൂ ഹനീഫ പാടിയിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ കിതാബുമില്ല. അത് പിൽക്കാലത്ത് 9-ാം നൂറ്റാണ്ടുകാരൻ പാടിയ പാട്ട് മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ പേരിൽ ആരോ ചേർത്ത് വെച്ചു. ഒരു പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചതായിരിക്കാം, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അത് ശരിയല്ല. നിങ്ങൾ ഇനി പോയിട്ട് സ്വസ്ഥമായിരുന്നു നിങ്ങൾ ആ നിൽക്കുന്ന പഠിച്ചോക്കി ഈ പറഞ്ഞ വല്ല കഴമ്പുണ്ടോ, ഇത് ശരിയാണോ എന്ന് സ്വസ്ഥമായി ഒരു മുൻധാരണയുമില്ലാതെ ഒരു വൈരാഗ്യവുമില്ലാതെ തുറന്ന മനസ്സോടെ റഹ്മാനായ റബ്ബിന്റെ ദീനിലെ ഹക്കെന്താണ് വെളിപ്പെടണമെന്ന നിയ്യത്തോടു കൂടി നിങ്ങളൊന്ന് പോയിട്ട് പരിശോധിച്ച് നോക്കി. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിലാവും ഇല്ല എന്ന് ഉസ്താദ്മാര് പറഞ്ഞെടുത്ത് മാത്രം കേട്ട് വിശ്വസിച്ചാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് തെളിവില്ല. തവസ്സുലാക്കാൻ ഹക്ക് ജാഹ്വർക്കത്തോട് തേടാൻ ഇത് ന്യായമല്ല. അബൂ ഹനീഫ ഇമാമിന്റെ അധ്യാപനം അതാണ് പഠിപ്പിച്ചത്. അംബിയാക്കളുടെ ഹക്ക് കൊണ്ട് റബ്ബെ ഞാൻ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവൻ പറയൽ ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ വ്യക്തമായി പഠിപ്പിക്കുന്നു. അഹ്ലുസുന്ന ഇമാമിങ്ങളൊക്കെയും ആ ആശയം പഠിപ്പിച്ചവരാണ്. അവരാരും ഈ പറയപ്പെട്ട നിർമ്മിതമായി പിൽക്കാലത്തുണ്ടായ
തവസ്സുലോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ തർക്കത്തിൽ കേരളത്തിലുള്ള ഇസ്തിഗാസയോ അതൊന്നും ഈ പറയപ്പെട്ട ഇമാമിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. അവിടെ പിൻബലം അതിനില്ലതാനും. പിൽക്കാലത്ത് സൂഫികൾ കൊണ്ടുവന്നു. അവര് മാലപ്പാട്ടും മൗലിദും കിതാബും റാത്തീബും കുത്തുബിയത്തും ഹദ്ദാദും ഉണ്ടാക്കിയപ്പോ അതിൽ പലതും കയറിക്കൂടി. അത് ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കുടുങ്ങി. അപ്പൊ അത് സ്ഥാപിക്കാൻ നിങ്ങളെ ബാധ്യതയായി തീർന്നു. അതിനുവേണ്ടി തൽക്കാലം ഈ വക ഏതെങ്കിലുമൊക്കെ മുടന്തൻ ന്യായങ്ങളുടെ പിന്നാലെ പോകുന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പ്രകാരം നമുക്ക് തവസ്സുലാക്കാൻ തെളിവുമില്ല, ന്യായവുമില്ല. ഇനി അതല്ല സ്വഹീഹാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാം. മുടി വിഷയം പറയേണ്ട. അപ്പോ നമ്മുടെ വിഷയം ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാന്യ ശ്രോതാക്കളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ വിഷയം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുല് ചെയ്തത് പ്രാമാണികമായി തെളിയിക്കാൻ പറ്റുമോന്നാ. അത് ഹദീസിലൂടെ മാത്രമല്ല, പ്രമാണം എന്തൊക്കെ ഇൻഷാ അല്ലാഹ് ബേക്കിൽ വരുന്നുണ്ട്.